കൗൺസിലർ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരിയായൊരു നടപടിയായിട്ട്? അത് എം എൽ എമാരെ സംബന്ധിച്ചിടത്തോളം എം എൽ എമാരുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഒഴിവുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഗവൺമെൻറ് തന്നെ ഉത്തരവുണ്ട്. സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ ചേർന്നിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും എല്ലാം എം എൽ എ ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വി കെ പ്രശാന്ത് നഗരസഭയോട് അഭ്യർത്ഥിച്ച് നഗരസഭയുടെ കൗൺസിൽ പാസ്സാക്കി അത് മാർച്ച് വരെ എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ്. പക്ഷേ ശ്രീലേഖ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തരമായിട്ട് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കണം, എൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ്. ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ നടത്തി, പക്ഷേ അവരെ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു. ഇപ്പോൾ അവർ ആളുകളുടെ അടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് പഴയ പോലീസിലുണ്ടായിരുന്ന ഒരു ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം പുലർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിയമപരമായിട്ട് മേയർ അത് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മേയർക്കറിയാം അതിൻ്റെ ചിട്ടവട്ടങ്ങൾ. ഇപ്പോൾ ശ്രീലേഖയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ വി രാജേഷ് നേരത്തെ കൗൺസിൽ അംഗമായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വി രാജേഷ് ഈ കാര്യത്തിൽ ഇടപെടണം. ജനാധിപത്യം സംരക്ഷിക്കാനായിട്ടുള്ള നിലപാടുകൾ വി രാജേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അവിടെ കൃത്യമായിട്ട് തുടർന്നു പോകാനുള്ള എം എൽ എ ഓഫീസ് തുടർന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. BJP നേതൃത്വത്തിൻ്റെ ഒരു പ്രേരണ ഇതിൻ്റെ പിന്നിലുണ്ടോ? ശ്രീലേഖയുടെ ഈ ഒരു ആവശ്യത്തിന് പിന്നിലുണ്ടോ? എന്താ കരുതുന്നു? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ BJPയുടെ ലീഡർഷിപ്പ് പറഞ്ഞു കാണും, അയാളെ ഒഴിപ്പിച്ച് അവിടെ നിങ്ങളുടെ കൗൺസിൽ ഓഫീസ് പ്രവർത്തിപ്പിച്ചോളാം, ചിലപ്പോൾ പക്ഷേ പറഞ്ഞു കാണും. പക്ഷേ പറഞ്ഞാലും നിയമാനുസരണമായിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഭരണം കിട്ടിയെന്നുള്ളത് വിചാരിച്ചുകൊണ്ട് പൊടുന്നനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ്. ഈ നിലവിൽ ഇനി മുമ്പോട്ട് അവരെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊരു സൂചനയാണ്. ഒരു ജനപ്രതിനിധിയെ തന്നെ ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അല്ല, ഇത് നമ്മൾ ഈ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനതയ്ക്ക് വരുന്ന ഏതാണ്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഈ തിരുവനന്തപുരത്ത് അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും. തികഞ്ഞ പകയോടുകൂടിയിട്ടായിരിക്കും BJPയുടെ പ്രവർത്തനം വരിക. സ്വാഭാവികമായിട്ട് അവർ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പാലക്കാടത്തെ ജനങ്ങൾ അനുഭവിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ജനങ്ങൾ സമീപഭാവിയിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതിനുള്ളൊരു സംവിധാനമാണ് അവർ ആലോചിക്കുന്നത്.